ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി.ജെ.പി. ആദ്യം മുതലേ മുന്നോട്ട് വച്ചിരുന്ന ഒരു വിഷയമായിരുന്നു നാരീശക്തി. പക്ഷേ കർണാടകത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ബി.ജെ.പിക്ക് അത്ര സുഖകരമായ കാര്യമല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഈ വാർത്തകൾ എത്രത്തോളം സ്വാധീനം ചെലുത്തും? മലു, ആ നാരീശക്തി എന്നുള്ള അവരുടെ മുദ്രാവാക്യത്തെ പൂർണ്ണമായും തകർക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് കർണാടകയിൽ നിന്നും പുറത്തു വരുന്നത്. പ്രജ്വൽ രേവണ്ണ എന്നുള്ള സിറ്റിംഗ് എം.പിക്കെതിരെ ഉയർന്നിട്ടുള്ള ലൈംഗിക പീഡന കേസുകൾ, ഒരു വീഡിയോ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രജ്വൽ രേവണ്ണ ഇന്ത്യ വിട്ടു പോകാൻ പുറത്തു പോയിരിക്കുന്ന ഒരു സാഹചര്യം, ഇവയൊന്നും തന്നെ വിശദീകരിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയ വസ്തുത. അതായത് സ്മൃതി ഇറാനി അടക്കമുള്ളവർ, ഒരുപക്ഷെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖാ ശർമ്മ അടക്കമുള്ളവരൊക്കെ തന്നെ ചെറിയൊരു വിഷയത്തിൽ പോലും വലിയ പ്രതികരണങ്ങളുമായി രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സന്ദേശ് കാലിയായിരുന്നു ബി.ജെ.പിയുടെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി ബംഗാളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വരുന്ന ഇതനുസരിച്ചാണെങ്കിൽ ഈ ഒരു പെൻഡ്രൈവിൽ 3000-ഓളം സെക്സ് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു, സെക്സ് വീഡിയോകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായും ഈ സന്ദേശ് കാലിയാണ് ബി.ജെ.പി. ഒരുപക്ഷെ അടുത്തിടെ വലിയ തോതിൽ മുന്നോട്ട് വെച്ച വലിയൊരു വിഷയം. ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിൽ ബംഗാളിൽ വലിയ തോതിൽ മുന്നോട്ട് വെച്ച ഒരു സന്ദേശ് കാലി എന്നുള്ള അവിടുത്തെ വിഷയമായിരുന്നു. അതിന് ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത പ്രാധാന്യം ഈ വിഷയത്തിന് നൽകുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സജീവമായ ഒരു ചർച്ചയായി പോലും ഇതുവരെ ഒരു ദേശീയ മാധ്യമവും ഈ വിഷയം എടുത്തിട്ടില്ല. ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഒരു വാർത്തയായി പോലും വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പരമമായ സത്യം. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നിയത് ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് രാജ്യം വിട്ടുപോകാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇമിഗ്രേഷനൊക്കെ ഇത്രയും ശക്തമായിട്ട് ഇരിക്കുന്ന ഒരു രാജ്യത്ത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് ഈ വിമാനത്താവളം വഴിയാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. അല്ല, അത് കോൺഗ്രസ് ഇപ്പോൾ അതൊരു പ്രചരണ ആയുധമാക്കിയിരിക്കുന്നതാണ്. നീരവ് മോദി, ലളിത് മോദി, ആ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ ബി.ജെ.പി. സർക്കാരിൻ്റെ സമയത്ത് വലിയ ആക്രമങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്ത ശേഷം രക്ഷപ്പെട്ടു പോയവരിൽ ഒരാൾ പ്രജ്വൽ രേവണ്ണയാണ് എന്നുള്ളതാണ്. ഇത് ബി.ജെ.പിയെ മാത്രമല്ല ബാധിക്കുന്നത്. ഇതിലൊരു വിഷയമുള്ളത് കേരളത്തിലേക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരാം. കേരളത്തിൽ ഇപ്പോൾ ജനതാദൾ എസ് എന്ന് പറയുന്ന ജനതാദൾ സെക്യുലർ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ബി.ജെ.പിയുമായി കൈകോർത്തിട്ട് പോലും കേരളത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാത്തൊരു സാഹചര്യം നിൽക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ വിഷയം കൂടി അവിടെ സജീവമായ ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഇതിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ ബാക്ക് ഫുട്ടിലായിരിക്കുന്ന ഒരു വിഷയമാണ് ദേശീയ തലത്തിൽ. ഇതുവരെ ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലൊരു വിധത്തിലുള്ള പ്രതികരണവും വന്നിട്ടില്ല. പ്രധാനമന്ത്രി കർണാടകയിൽ ഉണ്ടായിട്ട് പോലും ഈ വിഷയത്തിൽ ഒരു വലിയ അഭിപ്രായം പറഞ്ഞില്ല. കർണാടകയിൽ ഇത് രണ്ടാമത്തെ വിഷയമാണ്. ബി.എസ്. യെദ്യൂരപ്പ, അത് കഴിഞ്ഞ് പ്രജ്വൽ രേവണ്ണ. രണ്ട് പാർട്ടികളെയും തലമുതിർന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കർണാടക ഒരു വലിയ എളുപ്പമായി കഴിഞ്ഞ തവണത്തെ പോലെ തൂത്തുവാരാമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രതീക്ഷകൾ അവർ വെച്ച് പുറത്തുനിന്നുമുണ്ട്. 15 സീറ്റ് വരെ ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കർണാടകത്തിൽ ഉണ്ട് എന്നുള്ളത്. ഈ ബി.എസ്. യെദ്യൂരപ്പ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, ഈശ്വരപ്പ മത്സരിക്കുന്ന ഒരു സാഹചര്യം, ലിംഗായത്ത് വോട്ടുകളുടെ ഭിന്നത, അതോടൊപ്പം തന്നെ ഈ വിഷയം കൂടി വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും അവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണം എന്നുള്ളത് കണ്ടറിയേണ്ട വസ്തുതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് ഒറ്റ സീറ്റ് മാത്രമാണ്. അത് ഇത്തവണ ബസന്ത് പറഞ്ഞതുപോലെ രണ്ടക്കത്തിലേക്കൊക്കെ കടക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ വച്ച് പുലർത്തുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഈ പ്രജ്വൽ രേവണ്ണയുമായിട്ടുള്ള വിഷയം കർണാടകത്തിൽ മാത്രമല്ല, അതിൻ്റെ അലയൊലി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത.